ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എണീറ്റത് കുറച്ച് വൈകിയാണ്, അതുകൊണ്ട് നമുക്കൊരു ബ്രഞ്ച് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. തലേ ദിവസം ഞാൻ കുറച്ച് ബദാം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം ആദ്യം. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, എനിക്ക് പ്രത്യേകിച്ചൊരു പാറ്റേൺ ഒന്നുമില്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന്. എനിക്ക് എന്ത് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നത് ആ ടൈപ്പ് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പല പല കണ്ടൻസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല ഞാൻ ഏത് ടൈപ്പ് ഓഫ് കോണ്ടൻസാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഇത് എനിക്കിപ്പോഴും റെഡി ആയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യും. കുറേ കഴിയുമ്പോൾ എനിക്ക് വേറൊരു കോണ്ടൻറ്റ് ചെയ്യാൻ തോന്നി ഞാനത് ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് വീഡിയോസാണ്. ബിക്കോസ് കുറച്ച് ക്രാഫ്റ്റ്, അതേപോലെ തന്നെ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാണ് കൂടുതലും ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ആൽമണ്ട്സ് ഏകദേശമൊക്കെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പഴം വേണം. പഴം ഞാൻ എടുക്കുന്ന വന്നിട്ട് റോബസ്റ്റ് പഴമാണ്. ബിക്കോസ് ഇത് ഇവിടെ ഇരുന്ന് കറുത്ത് ചീഞ്ഞ് പോണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എടുത്തതാണ്, കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് ഒരു 2 ഇയേഴ്സായി. ബട്ട് സ്റ്റിൽ നൗ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല. കാരണം ഞാൻ ആദ്യം ഒട്ടും കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ. എനിക്ക് ഒരിടക്ക് ഒരു ത്വര കയറും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും. പിന്നെ ഇതൊക്കെ അങ്ങോട്ട് കെട്ടിറങ്ങും. അപ്പോൾ ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പോൾ അതിൻ്റെ കയറിയ വ്യൂസും അതിൻ്റെ വാച്ച് ടൈം അവരൊക്കെ നേരെ ഡൗൺ ആയി തുടങ്ങും. പിന്നെ ആ ഡൗൺ ആയി കഴിയുമ്പോഴാണ് എനിക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോസ് ഇടും. പിന്നെ കുറേ കഴിയുമ്പോൾ നിർത്തും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര ലോങ് ടൈം ആയിട്ട് പോലും എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ പറഞ്ഞു വന്ന പോയിൻ്റ്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബി കൺസിസ്റ്റൻറ്റ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തുടങ്ങുക. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒന്നല്ല കരുതിയിരുന്നത്. നമ്മൾ ചാനൽ തുടങ്ങുന്നു, വീഡിയോസ് ഇടുന്നു, മോണിറ്റൈസ്ഡ് ആവുന്നു, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നു, നമുക്ക് ഏണിങ്സ് കിട്ടുന്നു, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കാര്യവശങ്ങളൊക്കെ എനിക്ക് പിടികിട്ടിയത്. ഇത് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു സംഭവമേ അല്ല എന്നുള്ളത്. പിന്നെ ആ ഫസ്റ്റ് ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇതിനു വേണ്ടി കുറേ കിടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാണിച്ചു നോക്കി. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് പോയി. പിന്നെ വന്നതാണ് ഇപ്പോൾ വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കയ്യിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചധികം ദിവസമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. ബിക്കോസ് അതിനോടുള്ള ഇഷ്ടം പോയതുകൊണ്ടൊന്നല്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഞാൻ കുറേ മുപ്പട്ടെടുത്ത് വെച്ച വീഡിയോ ആണ്. അത് ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നമ്മൾ ബ്രഞ്ച് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ വന്നിട്ട് ബഹ്റൈനിലാണ്. ബഹ്റൈനിലൊരു 5 ഇയേഴ്സായിട്ട് ഞങ്ങൾ സെറ്റിൽഡാണ്. സോ ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ടാണ്, എക്സ്ട്രീം ചൂടാണ് കേട്ടോ ഇവിടെ. പക്ഷെ നമ്മളെ റൂമിലേക്ക് അധികം ചൂട് അറിയുന്നില്ലെങ്കിലും പുറത്ത് നല്ല ചൂടാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് സ്റ്റോറീസൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ക്ലിപ്സൊക്കെ ഇങ്ങനെ ആഡ് ചെയ്താണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ടു നമ്മുടെ യൂട്യൂബ് കഥ. എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് എൻ്റെ തലയിൽ ഉണ്ട് കേട്ടോ. ഇന്നത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതേപോലെ ചെയ്യണം. പക്ഷേങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങോട്ട് വരുന്നില്ല, അതിനൊരു തുടക്കം കിട്ടുന്നില്ല. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ലേ അതാണ് മെയിനായിട്ടുള്ളത്. ഇതിലേലും നല്ല കണ്ടൻറ്റ്സ് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് കേട്ടോ എനിക്കും ഓരോന്ന് ചെയ്യാനായിട്ട് തോന്നാറുള്ളത്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്വന്തമായിട്ടും ഒന്നുമില്ലേ ചേച്ചിന്ന്. എല്ലാം ഒരു ഇൻസ്പിറേഷനാണല്ലോ. പോകെ നമുക്കെല്ലാം സെറ്റാക്കാം. പിന്നെ ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ലൈഫിൽ കുറച്ചും കൂടി ചേഞ്ച് വരാൻ പോവുകയാണ്. എന്താണെന്നൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഉണ്ടാവും. ആൻഡ് നൗ ഇപ്പം ഞാൻ ചോക്കിയാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ ബഹ്റൈനിൽ വന്നിട്ട് ഒരുപാട് ചോക്ലേറ്റ്സ് കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം മോൻ കുട്ടിയായിരിക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന സമയത്ത് നമ്മളെ റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവനെ കാണാൻ വരുമ്പോൾ ഒരുപാട് ചോക്ലേറ്റ് കൊണ്ടുവരും. അങ്ങനെ ആ ടൈമിൽ ഞാൻ വന്ന സമയത്ത് ഒരുപാട് ചോക്ലേറ്റ്സ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കുറേയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്കതിനോടൊരു വലിയ താല്പര്യമൊന്നും തോന്നില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കതിനോടൊക്കെ ഇൻട്രസ്റ്റ് പോയിട്ട് ഞാൻ നല്ല ചോക്ലേറ്റ് മാത്രം കഴിക്കുന്ന ഒരാളായി. അതിൻ്റെ അകത്ത് കിട്ടിയതാണ് ചോക്കി. ഭയങ്കര ബെസ്റ്റ് ടേസ്റ്റുള്ള ഒരു അടിപൊളി ചോക്ലേറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ കാണുന്ന സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുള്ള നെയിലാണല്ലോ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കണ്ടേന്നുള്ളത്. അതെ, ഞാൻ എണീറ്റ വശം ചെയ്തത് ഈ സ്റ്റിക്കർ നെയിലിൽ ഒട്ടിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ഞാൻ ആ ബ്രഞ്ച് ഉണ്ടാക്കിയത്. പിന്നെ എണീറ്റ വശം തന്നെ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്ന വീഡിയോ വെച്ചിട്ട് ഇത് ഞാൻ ഇടയിൽ വെച്ചത്. ഈ ഒരു ക്ലിപ്പ് അതാണ് കേട്ടോ ആ ഒരു കോമ്പിനേഷൻ കറക്റ്റ് കിട്ടാത്തത്. ഈ നെയിൽ സ്റ്റിക്കർ ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ചധികമായിട്ടോ. ഞാനങ്ങനെ നെയിൽ പോളിഷ് യൂസ് ചെയ്യാറില്ല. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നെന്തായാലും വീഡിയോ എടുക്കല്ലേ, അപ്പോൾ ഇത് ഒട്ടിക്കാൻ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചാണ്. വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി നെയിൽ പോളിഷ് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടാകും നമ്മളെ കൈയും നെയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അതങ്ങനെ ഒരു പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ എപ്പോഴും ഇടാറില്ല. വല്ലപ്പോഴൊക്കെ അങ്ങനെ ഇട്ട് നോക്കും, പിന്നെ അത് റിമൂവ് ചെയ്ത് കളയും. അങ്ങനെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ എന്തായാലും ഒട്ടിച്ചിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ ഈ നെയിലിൽ നെയിൽ ആർട്ട് ചെയ്യില്ലേ, ആ ഒരു ടൈപ്പ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് നെയിലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതല്ലേ ഏറ്റവും എളുപ്പം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ സ്റ്റിക്കർ ഞാൻ കോംബോ ആയിട്ട് മേടിച്ചതാണ് കേട്ടോ ഓൺലൈനിൽ. നല്ല അടിപൊളി സ്റ്റിക്കേഴ്സാണ്. ഇതിൽ കൂടുതൽ ഫ്ലോറൽ, അതേപോലെ തന്നെ ചെറിയ പാറ്റേൺസ് ഉണ്ടല്ലോ, ബട്ടർഫ്ലൈ, സ്റ്റാർ, അങ്ങനത്തെ കൂടുതലും ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സമൂസ ആൻഡ് ബ്ലാക്ക് ടീ, കട്ടൻ ചായയും സമൂസയും. ഏതാ വൈബല്ലേ, നമ്മുടെ നാട്ടിലൊരു വൈബ് തോന്നിക്കും. ഏകദേശം ആ ഒരു ടൈപ്പ് സമൂസയായിരുന്നു കേട്ടോ. നമുക്ക് നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റുള്ള സമൂസയൊക്കെ ഇവിടെ കിട്ടലൊക്കെ ഭയങ്കര റെയറാണ്. പക്ഷേ ഇത് നല്ല അടിപൊളി നാട്ടിലെ ടേസ്റ്റുള്ള സമൂസയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആസ്വദിച്ച് ഒരു 2 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഒരു ഈവനിങ് വാക്കിനാണ്. ഒന്നുമില്ല, ജസ്റ്റൊക്കെ ഒന്ന് മേലൊക്കെ ഒന്ന് ഇറങ്ങുന്നത് നല്ലതല്ലേ, അതിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് നടക്കാൻ പോയതാണ്. ആ പോയ സമയത്തെടുത്ത കുറച്ച് ക്ലിപ്സാണിത്. പിന്നെ ആ സമയത്ത് നമ്മളൊരു ചോക്കോബാറും കൂടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഐസ്ക്രീം കാറ്റഗറിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചോക്കോബാർ. അത് എത്ര തന്നാലും ഞാൻ തിന്നും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ല.